ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എപ്പിഗിൾസിസ് എന്ന ഒരു ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൃപാ പ്രയർ മിനിസ്ട്രി എന്ന ഞങ്ങളുടെ ഈ ടീമിന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ രാത്രികാലം നമ്മെ കണ്ണിൻ മണി പോലെ കാക്കുന്ന കർത്താവിനെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ! എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മെ കണ്ണിൻ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു പരിപാലിക്കുന്നവനായ കർത്താവ്, വീഴാതെ വണ്ണം ഈ നിമിഷം വരെ കാത്തു പരിപാലിച്ചവനായ കർത്താവിനെയാണ്. പലരും വീണു പോയപ്പോഴും നമ്മെ അതിൽ നോക്കി താങ്ങി നിർത്തിയവനായ കർത്താവിനെയാണ് ഈ രാത്രികാലം നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ! നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ പല ശോധനകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങൾ കടന്നു വന്നാലും അതിലൊക്കെ തളർന്നു പോകാതെ നമ്മെ കരം പിടിച്ചുയർത്തുന്നവനായ കർത്താവ്, നമ്മെ തള്ളിക്കളയാതെ മാർവോട് ചേർത്ത് പിടിക്കുന്നവനായ കർത്താവിനെ ഈ രാത്രികാലം എത്ര പേർക്ക് സ്തുതിപ്പാൻ കഴിയുന്നു. ഹല്ലേലൂയ! കർത്താവിനെ, കണ്ണിൻ മണി പോലെ നമ്മെ കാത്തു പരിപാലിക്കുന്ന കർത്താവിനെ, നമ്മെ കരുതുന്നവനായി നമ്മെ കാക്കുന്നവനായ കർത്താവിനെ ഈ രാത്രികാലം പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ!
നമ്മെ സ്നേഹിക്കുന്നവനായ കർത്താവ്, നാം പാടിയതുപോലെ നമ്മുടെ കണ്ണിൻ മണി പോലെ നമ്മെ കാക്കുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് ഈ രാത്രികാലം സ്തുതിച്ചത്. നമ്മൾ ഉള്ളം കരത്തിൽ വഹിക്കുന്നവനായ ഒരു കർത്താവ്, നമ്മെ തള്ളിക്കളയാതെ, ഒരു പ്രയാസത്തിലും പ്രതികൂലത്തിലും നമ്മെ തള്ളിക്കളയാതെ. നമ്മുടെ ബന്ധുമിത്രാദികൾ തള്ളിക്കളഞ്ഞിരിക്കാം, നമ്മുടെ അപ്പനമ്മമാർ തള്ളിക്കളഞ്ഞിരിക്കാം, പക്ഷേ നമ്മെ തള്ളിക്കളയാനാത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മെ ഒന്നിനും തള്ളിക്കളയാനാകാത്തവനായ ഒരു കർത്താവിനെയാണ് നാം ഈ രാത്രികാലം ആരാധിക്കുന്നത്. നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്നവനായ കർത്താവിനെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ഹൃത്തിൽ തന്നെ വഹിച്ച് ഉള്ളം കരത്തിൽ നമ്മെ താങ്ങുന്നവനായ കർത്താവ്, ഹൃദയം തുറന്ന് നമ്മോട് സമീപസ്ഥനായിരിക്കുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ആ യേശുവെ പോലെ സ്നേഹിപ്പാൻ വേറെ ആരുമില്ല? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ യേശുവിനെ പോലെ സ്നേഹിപ്പാൻ വേറെ ആരുമില്ല. നമ്മുടെ അപ്പനമ്മമാർ നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ സഹോദരന്മാർ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ യേശുവിനെ പോലെ ഒരു സ്നേഹം ഈ ലോകത്ത് ആർക്കും നൽകുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. യേശുവെ പോലെ സ്നേഹിപ്പാൻ വേറെ ആരുമില്ല. യേശുവിനെ പോലെ നമ്മെ കരുതാൻ വേറെ ആരുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളുടെ വേളയിലും നമ്മെ കരുതുവാൻ കഴിയുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. നമ്മെ ഇത്രത്തോളം കരുതുവാൻ വേറെ ആർക്കും കഴിയുകയില്ല. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തികൾക്കോ ഒന്നിനും കർത്താവിൻ്റെ അത്രത്തോളം കരുതുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ സമീപസ്ഥനായ കർത്താവിനെ? യേശുവെ പോലെ യോഗ്യനായ വേറെ ആരുമില്ല. ആ യോഗ്യതയുള്ളവനായ കർത്താവിനെ ഈ രാത്രികാലം നമുക്ക് ഹൃദയം തുറന്ന് നമ്മുടെ മനസ്സ് നുറുങ്ങിക്കൊണ്ട് കർത്താവിനെ ഈ രാത്രികാലം ആരാധിക്കാമോ? യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യത ആരും ഇല്ല, യേശുവേ യേശുവേ പോലെ യോഗ്യത ആരും ഇല്ല, യേശുവേ ആരാധന ആരാധന. ഹൃദയം തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ, അസാധ്യമെന്നു കരുതിടുമ്പോൾ യേശു രക്ഷാകരൻ, യേശു എന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യത ആരും ഇല്ല, യേശുവേ ആരാധന
യേശു സ്നേഹിതൻ, പ്രിയരെല്ലാം അകന്നിടുമ്പോൾ യേശു പ്രാണപ്രിയൻ. നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യത ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യത ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പാടിയതുപോലെ യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിജയമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ നാമമുണ്ടെങ്കിൽ അവിടെ ഒരു സൗഖ്യം നടക്കും? ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം എവിടെയുണ്ട് അവിടെ ഒരു രക്ഷ നടക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം എവിടെയുണ്ട് അവിടെ ഒരു വിടുതൽ നടക്കും, വിജയം നടക്കും. ഹല്ലേലൂയ. നാം പരാജയപ്പെട്ടിരിക്കുമ്പോഴും കർത്താവിന് നമ്മെ വിജയിപ്പിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളവർ പറഞ്ഞിരിക്കാൻ നാം പരാജയപ്പെട്ടു, നീ അതിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വേളയിലും കർത്താവിൻ്റെ നാമമുണ്ട് എങ്കിൽ അവിടെ ഒരു വിജയമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകം പറഞ്ഞിരിക്കാൻ നീ വിടുവിക്കപ്പെടില്ല, പക്ഷേ യേശുവിൻ്റെ നാമമുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? വിടുതലുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം എവിടെയുണ്ട് അവിടെ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. വചനം പറയുന്നത് പോലെ കർത്താവിൻ്റെ നാമം എവിടെയുണ്ട് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുമെന്ന് വചനം പറയുന്നു. അതുപോലെയാണ് നാം പാടിയത്.
യേശുവിൻ്റെ നാമം എവിടെയാണോ ഉള്ളത് അവിടെ രക്ഷയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എവിടെയാണോ ഉള്ളത് അവിടെ സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമം എവിടെയാണോ ഉള്ളത് അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടോ നമുക്ക് വിടുതൽ അനുഭവിക്കാൻ കഴിയും. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ നമുക്ക് സൗഖ്യം നേടിയെടുക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ ഒരു വിടുതൽ നടക്കും, വിജയം നടക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ അവിടെ ഒരു രക്ഷ നടക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഈ രാത്രികാലം ഞാൻ ഇന്ന് ആ രക്ഷയെ പ്രാപിച്ചെടുക്കും, ഞാൻ ഇന്ന് ആ സൗഖ്യത്തെ നേടിയെടുക്കും, ഞാൻ ഇന്നൊരു വിടുതലിലേക്ക് എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പരാജയപ്പെട്ട വേളയിലും നിന്നെ വിജയിപ്പാൻ കഴിയുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. ഈ ലോകം പറഞ്ഞിരിക്കാൻ നീ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല. നീ പരാജയപ്പെട്ടു പോകുന്ന വേളയിലും കർത്താവിന് നിന്നെ അവിടെ വിജയിപ്പാൻ കഴിയും. ഹല്ലേലൂയ. നാം ആരുടെ മുമ്പിലാണോ ഒരു നിന്നാപാത്രമായി തീർന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരുടെ മുമ്പിലാണോ നാം ഒരു നിന്നാപാത്രമായി തീർന്നത് അവിടെ മാനിക്കപ്പെടുവാൻ കഴിയും. ഹല്ലേലൂയ. ആരുണ്ടെങ്കിൽ കർത്താവ് ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമമുണ്ടോ അവിടെ നമുക്ക് രക്ഷ നേടിയെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് എങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്കൊരു ബോധമുണ്ടായിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ നമുക്ക് സുബോധത്തോടെ കർത്താവിനെ ആരാധിക്കാൻ കഴിയും. നാം ബോധമില്ലാത്തവരെ പോലെയല്ല ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സുബോധത്തോടെ ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പറയാനായിട്ട് കഴിയും. കാരണം എന്താണ്? യേശുവിൻ്റെ നാമത്തിൽ നാം രക്ഷ പ്രാപിച്ചവരാണ്. യേശുവിൻ്റെ നാമത്തിൽ നാം സൗഖ്യം പ്രാപിച്ചവരാണ്. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ നമുക്ക് ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. പരാജയപ്പെട്ട വേളയിലും യേശുവിൻ്റെ നാമത്തിൽ നാം വിജയിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്, ഇന്ന് ആ രക്ഷ ഞാൻ നേടിയെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രികാലം വലിയൊരു രക്ഷ നേടിയെടുപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹൃദയം നുറുങ്ങി കർത്താവിനെ ആരാധിപ്പാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. മനസ്സ് തകർന്ന് ഹൃദയം നുറുങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഹൃദയം നുറുങ്ങി കർത്താവിനെ ആരാധിപ്പാൻ? ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രികാലം ആഗ്രഹമുണ്ട് ഹൃദയം നുറുങ്ങി മനസ്സിലെ വേദനകളെല്ലാം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് എത്ര പേർക്ക് ആരാധിപ്പാൻ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. എങ്കിൽ നമുക്ക് വലിയൊരു രക്ഷയുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ നമുക്ക് വലിയൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. യേശുവെ പോലെ സ്നേഹിപ്പാൻ വേറെ ആരുമില്ല. ഹല്ലേലൂയ. യേശുവിനെ പോലെ കരുതാൻ വേറെ ആർക്കും കഴിയില്ല. നമ്മുടെ അപ്പന് കരുതാൻ കഴിയില്ല, നമ്മുടെ അമ്മയ്ക്ക് കരുതാൻ കഴിയില്ല. കാരണം നമ്മുടെ കർത്താവിന് നമ്മെ കരുതാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു യേശുവിനെ പോലെ കരുതാൻ വേറെ ആർക്കും കഴിയില്ല, യേശുവിനെ പോലെ സ്നേഹിപ്പാൻ വേറെ ആർക്കും കഴിയില്ല. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനുമുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. സുബോധമുള്ളവരെ പോലെ. ഹല്ലേലൂയ. ഈ രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നേടിയെടുപ്പാൻ, ഹല്ലേലൂയ, ഉണങ്ങിയ എല്ലാ അസ്ഥികളെയും ഉയർപ്പിപ്പാൻ, ഹല്ലേലൂയ, ആ ജീവനുള്ളവനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നീ ഉണങ്ങിയാണോ ഒരിടത്തായിരിക്കുന്നത്? ഹല്ലേലൂയ. നീ ഉണങ്ങിയാണ് ഒരിടത്തായിരിക്കുന്നതെങ്കിൽ അതിന് ജീവൻ വെപ്പാൻ കഴിയുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു നീ ഉണങ്ങി? ലോകം പറഞ്ഞിരിക്കാൻ നീ ഉണങ്ങി ഒരിടത്തായിരിക്കും, നിനക്ക് അതിൽ നിന്നൊരു എഴുന്നേൽപ്പില്ല എന്ന് ലോകം പറഞ്ഞിരിക്കുമ്പോഴും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു രക്ഷയുണ്ടെങ്കിൽ, വിടുതലുണ്ടെങ്കിൽ, ജീവനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ വലിയൊരു ജീവൻ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെയും കുറിച്ചും വലിയൊരു ബോധം, ഹല്ലേലൂയ, വലിയൊരു ബോധം നമുക്ക് നേടിയെടുപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ ഇതിനൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. വലിയൊരു ആത്മപകർച്ച ഈ രാത്രി കാലം നേടിയെടുപ്പാൻ, പരിശുദ്ധാത്മാവിനെ പകർന്ന് നേടിയെടുപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഹല്ലേലൂയ, നിറഞ്ഞ് കവിയുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിനെ നേടിയവരായിരിക്കും നാം ഓരോരുത്തരും. പക്ഷേ അതല്ല അപ്പം എനിക്ക് വേണ്ടത്. അതിനൊന്ന് നിറഞ്ഞ് കവിഞ്ഞെടുക്കുന്ന ഒരു അനുഭവം, നിറഞ്ഞ് കളയുന്ന ഒരു അനുഭവം, നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം എനിക്ക് ഇന്ന് രാത്രികാലം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. പരാജയപ്പെട്ട വേളയിലും നിന്നെ വിജയിപ്പിച്ചവനായ കർത്താവ്, ഹല്ലേലൂയ, നിന്നെ താങ്ങുന്നവനായ കർത്താവിനെ ഈ രാത്രികാലം എത്ര പേർക്ക് ആരാധിപ്പാൻ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ പിതാവിനോട് കൂടെ ചേർന്നിരിപ്പാൻ എത്ര പേർ ഈ രാത്രികാലം ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാത്തിനും വെടിഞ്ഞ്, ഹല്ലേലൂയ,
ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, ഈ ലോകത്തിൽ എന്തൊക്കെ നീ നേടി എന്ന് പറഞ്ഞാലും കർത്താവിനെ നേടിയില്ല എങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതം വെറുതെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പല വേളകളിലും നമുക്ക് ലോകത്തെ ആശ്രയിക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ അതിലൊക്കെ നാം ആശ്രയിക്കുമ്പോഴും നാം കരുതേണ്ടത്, നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനേക്കാൾ ഏറ്റവും വലിയവനായ ഒരു ദൈവം, അതിനേക്കാൾ വലിയൊരു ആശ്രയമായൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ലോകത്തിലൊന്നും അടിമപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വലിയൊരു പരിശുദ്ധാത്മാവിനെ പകരുവാൻ പരിശുദ്ധാത്മാവിനെ പകരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ഒരു നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം ഈ രാത്രികാലം നേടിയെടുപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ആത്മാവിലൊന്ന് അനുഭവിച്ചറിയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ നമുക്ക് ഈ രാത്രികാലം ഉപയോഗിക്കാം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവിനോട് പറയും, കർത്താവേ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ എനിക്കൊന്ന് പകരണം അപ്പാ. ഹല്ലേലൂയ. ഒരു നിറഞ്ഞു കവിയുന്നൊരു അനുഭവം പരിശുദ്ധാത്മാവിനെ നേടിയെന്ന് വെറുതെ ഇരിപ്പാനല്ല. ഹല്ലേലൂയ. അതിനൊന്ന് നിറഞ്ഞു കവിഞ്ഞെടുപ്പാൻ ഹല്ലേലൂയ എത്ര പേർ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രാത്രികാലം കർത്താവിനെ ഒന്ന് നിറഞ്ഞു കവിഞ്ഞെടുക്കുന്ന ഒരു അനുഭവം, ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ നിറഞ്ഞു കവിഞ്ഞെടുക്കുന്ന ഒരു അനുഭവം എത്ര പേർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അനേകം പേരുണ്ട്. ഹല്ലേലൂയ. അവരോടൊക്കെ ഒരു വാക്ക് പറയാം, കർത്താവിനെ ഇന്ന് നേടി എന്ന് പറഞ്ഞ് നീ ഒരിടത്ത് ഒതുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയല്ല നിനക്കുള്ളത്. ഹല്ലേലൂയ. ഈ രാത്രികാലം ദൈവത്തിനോട് പറയണം, കർത്താവേ ഞാൻ നിന്നെ നേടി, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ രാത്രികാലം എനിക്കൊരു നിറഞ്ഞു കവിയുന്നൊരു അനുഭവം, വലിയൊരു സാന്നിധ്യം എനിക്കിന്ന് നമ്മളായിരിക്കുന്ന റൂമിൽ, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഒരു നിറഞ്ഞു കവിയുന്നൊരു അനുഭവത്തിൽ നേടിയെടുപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിലൊന്ന് അനുഭവിച്ചറിയുവാൻ, വെറുതെ ഇരുന്ന് അനുഭവിപ്പാനല്ല, ആത്മാവിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അനുഭവിച്ചറിയുവാൻ എത്ര പേർ ആഗ്രഹമുണ്ട്. ആ ഉണങ്ങിയ എല്ലാ അവസ്ഥകളെയും ഉയർപ്പിപ്പാൻ കഴിയുന്നവനായ കർത്താവ്, സൈന്യം പോലെ നിവർന്നു നിൽപ്പാൻ, ഉണങ്ങിയ അസ്ഥികളെല്ലാം സൈന്യം പോലെ നിവർന്നു നിൽപ്പാൻ സഹായിക്കുന്നവനായ കർത്താവിനെയാണ് ഈ രാത്രികാലം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കൊടിയ കാറ്റായി ഒന്ന് വീശണം അപ്പ എന്ന് എത്ര പേർ പറയുന്നു. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പാടി മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ സഭയിൽ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ ദയവാൻ. പരിശുദ്ധമാം സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. പരിശുദ്ധമാം സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ സഭയിൽ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ ദയവാൻ. ഉണങ്ങിയ അസ്ഥികൾ ഉയർത്തിടുവാൻ സൈന്യം പൊന്നി വന്നു നിൽപ്പാൻ. ഉണങ്ങിയ അസ്ഥികൾ ഉയർത്തിടുവാൻ സൈന്യം പൊന്നി വന്നു നിൽപ്പാൻ. കൊടിയ കാറ്റായി നീ വീശണമേ, ദേശത്തെ ഉണർത്തണമേ. കൊടിയ
പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ സഭയിൽ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ ദയവാ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. വിശിഷ്ട ഫലങ്ങൾ വിളഞ്ഞിടുവാൻ ഉറവകൾ തുറക്കണമേ. വിശിഷ്ട ഫലങ്ങൾ വിളഞ്ഞിടുവാൻ ഉറവകൾ തുറക്കണമേ. വഴുതിക്കാറ്റേ മാരിയയക്കണമേ, ഈ സഭയെ നീ ഒരുക്കണമേ. വഴുതിക്കാറ്റേ മാരിയയക്കണമേ, ഈ സഭയെ നീ ഒരുക്കണമേ. പ്രാക്കളെപ്പോൾ ഞങ്ങൾ പറന്നുയരാൻ അശുദ്ധിയെ അകറ്റണമേ. പ്രാക്കളെപ്പോൾ ഞങ്ങൾ പറന്നുയരാൻ അശുദ്ധിയെ അകറ്റണമേ. അഗ്നിയഭിഷേകം ചൊരിയണമേ, ഈ സഭയെ നീ നിറയ്ക്കണമേ. അഗ്നിയഭിഷേകം പകരണമേ, ഈ സഭയെ നീ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ സഭയിൽ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ ദയവാ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ സഭയിൽ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ ദയവാ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ സഭയിൽ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ ദയവാ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. 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 പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഹല്ലേലൂയ. ഊരാഖാരി ഖാര ബരബരി ഖലബലബല ഉഷാര ബരബരി ഖലബലബല ഉഷാര ബരബരി ഖലബ ഊരി ഖാരാബാരി ഖാര ബരബരി ഖലബലബല ഉഷാര ബാരി ഖാര ബരബരി ഖാര ബരബരി ഖലബ ഹല്ലേലൂയ. ഖലബലബല ഉഷാര ബരബരി ഖലബ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ hallelujah. Praise the Lord. Hallelujah. Hallelujah.
അല്പസമയം സ്തുതിക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ അനുഭവിക്കുന്നു അദ്ദേഹം ദേഹി ആത്മാവിൽ? എത്ര പേർക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു? ഹല്ലേലൂയ. കർത്താവിനോട് പറയാമോ, കർത്താവേ എന്നെ ഒന്ന് നിറയ്ക്കണം അപ്പ. ഹല്ലേലൂയ. റഖാരി ഖാര ബരബറി ബലവ ഉറഗല ബലവ ഉഷാര ബരബറി ഖാര ബരബറി ഗലവ. കർത്താവിനോട് പറയും, കർത്താവെ എന്നെ ഒന്ന് നിറയ്ക്കണം അപ്പ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് പറയാമോ, കർത്താവെ എന്നെ ഒന്ന് നിറയ്ക്കണം. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ രാത്രികാലം കർത്താവിനെ ഒന്ന് നേടിയെടുപ്പാൻ? ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. നിറഞ്ഞ മനസ്സോടെ കർത്താവിനോട് പറയാമോ, നന്ദി കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഒന്ന് നിറച്ച കൃപയ്ക്ക് നന്ദി. എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഓ അത്ഭുത മന്ത്രിയായ ഒരു ദൈവത്തെയാണ് നാം ഈ രാത്രികാലം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഓ പരിശുദ്ധനായ ദൈവത്തെ എത്ര പേർ സ്തുതിക്കുന്നു രാത്രികാലം? ഹല്ലേലൂയ. കർത്താവിനോട് പറയാം, കർത്താവേ എന്നെ ഒന്ന് നിറച്ച കൃപയ്ക്കാൻ നന്ദി അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ആ ഉന്നതനായ ഒരു ദൈവത്തെ, ഹല്ലേലൂയ, രാജാതിരാജാവായ ദൈവത്തെ, ആ കർത്താവായ ദൈവത്തെ, ഓ ഹല്ലേലൂയ, ആരിലും ഉന്നതനായ ഒരു കർത്താവിനെ, ഓ ഹല്ലേലൂയ, എത്ര പേർക്ക് സ്തുതിപ്പാൻ കഴിയുന്നു? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിപ്പാൻ കഴിയുന്നു? ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹാ. ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രികാലം പാപ്പൻ്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വലിയൊരു നിറവ് ഞങ്ങൾക്ക് നൽകി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ രാത്രികാലം പരിശുദ്ധാത്മാവിനെ ഒന്ന് കവിഞ്ഞ് ഒഴുകുന്ന ഒരു അനുഭവം കർത്താവിനോട് ജീവിതത്തിൽ തരുന്ന കൃപയ്ക്കായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യം അയച്ച കൃപയ്ക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. അപ്പോൾ ദൈവമേ, അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ യാചിക്കണം, സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിനോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മെ എവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.